നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പ്ലമ്മിനെ കുറിച്ചാണ്. ഇന്ത്യയിൽ എല്ലായിടത്തും കണ്ടുവരുന്ന ഈ സസ്യം പ്രധാനമായും ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ശീതകാല ഫലവർഗ്ഗമായാണ് കൃഷി ചെയ്യപ്പെടുന്നത്. റോസേസി ഫാമിലിയിൽപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം പ്രൂനസ് ഡൊമസ്റ്റിക്ക എന്നതാണ്. നിറം, വലിപ്പം എന്നിവയെ ആധാരമാക്കി പലതരത്തിലുള്ള പ്ലം നിലവിലുണ്ട്. ഇതിൻ്റെ ഫലത്തിൽ നിന്നുണ്ടാക്കുന്ന ജാം, വൈൻ, മദ്യം തുടങ്ങിയവ ലോകവിപണിയിൽ ലഭ്യമാണ്. 5 തൊട്ട് 6 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു വലിയ വൃക്ഷമാണിത്. ഇതിൻ്റെ ഇലകൾ ചെറുതും അരികുകൾ വാൾമുന പോലെയാണ് കാണപ്പെടുന്നത്. ഇതിൻ്റെ ഫലം നമുക്ക് ഏവർക്കും പരിചയമുള്ളതാണ് പ്ലം. അത് ഏകദേശം 3 ഇഞ്ചോളം വലിപ്പമുള്ളതും ഓവൽ ആകൃതിയിലുമാണ് കാണപ്പെടുന്നത്. അത് വിവിധ വർണ്ണങ്ങളിൽ കാണപ്പെടാറുണ്ട്. ഇതിൻ്റെ പൂക്കൾ ചെറുതും വെളുത്ത നിറത്തിലുമാണ് കാണുന്നത്. ഇതിൻ്റെ ഫലത്തിൽ മാംസളമായ ഒരു ഭാഗവും ഒരു വിത്തും അടങ്ങിയിട്ടുണ്ട്. മധുരരസവും ഭക്ഷ്യയോഗ്യവുമായ ഇതിൻ്റെ ഫലം ധാരാളം ഔഷധ ഗുണങ്ങളുള്ളതാണ്. ചൈനയാണ് ലോകരാജ്യങ്ങളിൽ പ്ലം ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം. ഇതിൻ്റെ ഫലത്തിൽ പ്രോട്ടീൻ, പഞ്ചസാര, ധാതു ലവണങ്ങൾ, സിങ്ക്, മഗ്നീഷ്യം തുടങ്ങിയ ഘടകങ്ങളെല്ലാം അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ എ ധാരാളം അടങ്ങിയതുകൊണ്ട് ഇതിന് കാഴ്ചശക്തി നൽകാനുള്ള ശക്തിയുണ്ട്. അജീർണം, പ്രമേഹം, കൊളസ്ട്രോൾ, ഹൃദ്രോഗം, ആങ്സൈറ്റി ഡിസോർഡേഴ്സ് തുടങ്ങിയ അസുഖങ്ങൾക്കെല്ലാം ഇത് നല്ലൊരു ഔഷധമാണ്. ഇതിൻ്റെ ഫലത്തിൽ ധാരാളം നാരുകൾ അടങ്ങിയത് കാരണം ഇത് അജീർണത്തിന് നല്ലൊരു ഔഷധമായി ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ ഫലത്തിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുവാനുള്ള ശക്തി ഇതിനുണ്ട്. ഇതിൻ്റെ ഫലം ചർമ്മത്തിന് മിനുസവും തിളക്കവും നൽകുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫലത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഫേസ് വാഷ് ലോകവിപണിയിൽ ലഭ്യമാണ്. ഇരുമ്പിൻ്റെ അംശം ധാരാളം അടങ്ങിയതുകൊണ്ട് ഇത് വിളർച്ചയ്ക്ക് നല്ലൊരു മരുന്നായി ഉപയോഗിക്കാവുന്നതാണ്. ഗർഭിണികൾക്ക് നിത്യവും കഴിക്കാവുന്ന ഒരു നല്ല ഫലമാണ് പ്ലം. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. പ്ലം പഴം ന്യൂട്രീഷനാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ധാരാളം പോഷക സമൃദ്ധമാണ്. വൈറ്റമിൻസ്, ഈ മൈക്രോ എലമെൻറ്റ്സ് ഇതൊക്കെ ധാരാളം ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ദിവസേന ഈ പ്ലം പഴം കഴിക്കുന്ന ആൾക്കാർക്ക് രോഗപ്രതിരോധ ശക്തി കൂടുന്ന പറയാം. അപ്പോൾ ദിവസേന 2-3 ആ പഴം കഴിച്ചു കഴിഞ്ഞാൽ യാതൊരുവിധ അസുഖം വരില്ല എന്ന് പറയും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഉപയോഗം നമ്മൾ ഈ മറവി രോഗം ഇപ്പോൾ ഉണ്ടാകുന്ന ഈ അൽഷിമേഴ്സ് രോഗം വരാതിരിക്കാൻ ദിവസേന ഈ പ്ലം പഴം കഴിച്ചാൽ നല്ലതാണ്. അതുപോലെ ഈ മറവി, അതായത് അതിൻ്റെ ഫലം എന്താ വെച്ചാൽ ഈ നെർവസ് സിസ്റ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യും, ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അതുവഴി എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കും ബ്രെയിൻ. അപ്പോൾ ഒരിക്കലും ഈ മറവി അല്ലെങ്കിൽ ഈ ഡിപ്രഷൻ, വിഷാദരോഗം വരാതിരിക്കാൻ വിഷാദരോഗമുള്ള ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പഴമാണ് ഈ പ്ലം പഴം. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഉപയോഗങ്ങൾ. പിന്നെ ഈ പ്ലം പഴം ഈ ഗർഭിണികൾക്ക് കൊടുക്കാൻ പറ്റിയൊരു ചെടിയാണ്. കാരണം ഈ രോഗപ്രതിരോധ ശക്തി കൂട്ടും ചെയ്യും, ധാരാളം ന്യൂട്രീഷനുണ്ട്. അതുകൊണ്ട് ഗർഭിണികൾക്ക് ഉത്തമമായിട്ട് കൊടുക്കാവുന്ന ഒരു പഴമാണ്. പിന്നെ ഈ കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നത്, അതുകൊണ്ട് ഈ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്ക് ഇത് ദിവസേന കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കുറയുന്നതാണ്.